അശരണർക്കായി ജീവിതം നെയ്തെടുക്കുന്ന മുംബൈയിലെ അഭയകേന്ദ്രമാണ് സിൽവർ ജൂബിലിയുടെ നിറവിൽ നിൽക്കുന്ന സീലാശ്രമം. സ്നേഹം കൊണ്ട് മുറിവുണക്കി ജീവിതം തിരികെ നൽകുകയാണ് ഇവിടെ. മലയാളിയായ പാസ്റ്റർ ഫിലിപ്പാണ് സീലിൽ കാരുണ്യത്തിന്റെ ആൾരൂപമായി അശരണർക്ക് അഭയമാകുന്നത്. ഇപ്പോഴിതാ മഴയെത്തും മുമ്പ് ആലംബഹീനരെ രക്ഷിക്കാനുള്ള മിഷന് തുടക്കമിടുകയാണ് സീലാശ്രമം. ഇപ്പോൾ മഴ വരുന്നതിന് മുൻപ്, മഴയ്ക്ക് മുൻപേ വീണ് കിടക്കുന്ന ആളുകളെ രക്ഷിക്കുകയും അവരെ ആശ്രമത്തിൽ കൊണ്ടുവന്ന് ശുശ്രൂഷിച്ച് സൗഖ്യമാക്കി അവരുടെ വീടുകളിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പൻവൽ മുതൽ ഐരോളി വരെയുള്ള മേഖലയിൽ ഏതാണ്ട് 120 അശരണരെ രക്ഷിക്കാനാണ് പദ്ധതി. പലപ്പോഴും അസുഖബാധിതരായ തെരുവ് ജീവിതങ്ങളുടെ ശാരീരിക അസ്വസ്ഥതകൾ മൂർച്ഛിച്ച് മരണത്തിന് കീഴടങ്ങുന്നത് കണ്ടാണ് ഇത്തരത്തിലൊരു ആസൂത്രിതമായ ശ്രമത്തിന് ഒരുങ്ങുന്നത്. മഴക്കാലത്ത് ഒത്തിരി മരണങ്ങൾ സംഭവിക്കാറുണ്ട്. സാധാരണ പോലീസ് പേഷ്യൻസിനെ മഴക്കാലത്ത് എടുത്തുകൊണ്ട് വരും. വെള്ളത്തിൽ കിടക്കുന്ന ആളുകൾ എടുത്തുകൊണ്ട് വരുമ്പോൾ കൊണ്ടുവരുന്ന വഴിക്ക് മരിക്കും. ഞങ്ങൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിക്കാറുണ്ട്. ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുമ്പോൾ മരിക്കാറുണ്ട്. അങ്ങനെ ഒത്തിരി കാഷ്വാലിറ്റികൾ ഈ മഴക്കാലത്ത് മുംബൈയിൽ സംഭവിക്കാറുണ്ട്. മഴ തുടങ്ങിയ ശേഷമുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ക്ലേശമേറിയതാണെന്ന് പാസ്റ്റർ ഫിലിപ്പ് പറയുന്നു. സ്വയമായിട്ട് ഒരു ആഹാരം അടുത്ത് കൊടുത്താൽ പോലും എടുത്ത് കഴിക്കാൻ കഴിവില്ലാത്തവർ, എഴുന്നേറ്റ് നടക്കാൻ കഴിവില്ലാത്തവർ ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ രക്ഷിക്കുന്നത്. മഴയെത്തും മുമ്പ് എന്ന പേരിൽ സീലിന്റെ സന്നദ്ധ പ്രവർത്തകരും മുംബൈയിലെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും കൈകോർത്താണ് റെസ്ക്യൂനെറ്റ് 2024 എന്ന രക്ഷാപ്രവർത്തനത്തിന് ഒരുങ്ങുന്നത്. സാമൂഹ്യ പ്രവർത്തക ലൈജി വർഗീസ് പറയുന്നു. സമാജങ്ങൾ, സംഘടനകൾ, മലയാളികളുടെ വലിയൊരു കൂട്ടം, നോൺ മലയാളികൾ, അങ്ങനെ ധാരാളം ആൾക്കാർ ഞങ്ങളോട് കൈകോർത്തത് കൊണ്ടാണ് ഈ മിഷൻ വളരെ വിജയകരമായി ഞങ്ങൾക്ക് നടത്തുവാൻ കഴിഞ്ഞത്. 120 പേരോളം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഞങ്ങളിവിടെ ഒരുക്കിയിരിക്കുന്നത്. നവി മുംബൈ പോലീസിന്റെ മുഴുവൻ സമയ സഹായവും മഴയെത്തും മുമ്പ് എന്ന പദ്ധതിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.